ഇന്ന് ഞാൻ ദുബായിൽ വൈറലായിട്ടുള്ള മരിയപ്പാസ് ചീസ് കേക്കാണ് ഉണ്ടാക്കുന്നത്. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് എഗ് വൈറ്റും യോഗവും കൂടെ വേർതിരിച്ചിട്ടുള്ള ഒരു വൈറ്റ് സ്പഞ്ച് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫില്ലിംഗ് ഉണ്ടാക്കിയെടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് ബീറ്റായി വരുമ്പോൾ ഇതിൽ ക്രീം ചീസും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടി ബീറ്റ് ചെയ്തെടുക്കുക. ഈ ഒരു ക്രീം കൂടുതൽ സ്റ്റിഫാക്കി എടുക്കണ്ട കേട്ടോ, ഇത് കുറച്ചുകൂടെ മെൽറ്റായിട്ടുള്ളതാവും ടേസ്റ്റ്. ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തത് ചേർത്തിട്ട് ഒന്നുകൂടി ബീറ്റ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഇതിൽ സിറപ്പ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ പാലും കണ്ടൻസ്ഡ് മിൽക്കും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമ്മളെല്ലാ കേക്കും ചെയ്യുന്ന പോലെ തന്നെ ആദ്യം സ്പഞ്ച് വെക്കുക, വെറ്റ് ചെയ്യുക, പിന്നെ ഫില്ലിങ് ഇട്ട് കൊടുക്കുക. ഈ ഒരു പ്രോസസ്സ് തന്നെ വീണ്ടും കണ്ടിന്യൂ ചെയ്യുക. അങ്ങനെ ഇത് മൊത്തത്തിലൊന്ന് ഫ്രോസ്റ്റിങ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ സാധാ കേക്ക് ചെയ്യുന്ന പോലെ അത്ര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റില്ല, കാരണം ഇത് കുറച്ച് മെൽറ്റായിരിക്കുന്ന ഒരു ടെക്സ്ചറാണ്, അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെ കേക്കിൻ്റെ ഫ്രോസ്റ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ചീസ് ഇടാനുള്ളതുകൊണ്ട് ഒരുപാട് കട്ടിക്കൊന്നും ക്രീം തേക്കണ്ട കേട്ടോ. ഞാൻ ഈ ഒരു ചീസാണ് യൂസ് ചെയ്തത്. ഇത് നാട്ടിൽ കിട്ടുമോ എന്നുള്ളത് ഡൗട്ടാണേ. ഇനി ഈ ഒരു ചീസ് കൊണ്ട് നമുക്ക് ഈ കേക്ക് മൊത്തത്തിലൊന്ന് കവർ ചെയ്യണം. ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നൊരു പരിപാടിയാണ് കേട്ടത്. അപ്പോൾ ഇത് വൈറൽ മരിയപ്പാസ് ചീസ് കേക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നത് ഇതുപോലത്തെ ഒരു കണ്ടെയ്നറിലാണ്. പിന്നെ ഞങ്ങൾ ആനിവേഴ്സറിക്ക് ഉണ്ടാക്കിയ കേക്കാണ്, അപ്പോൾ ഞങ്ങൾക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഉണ്ടാക്കിയത്. എന്തായാലും നമ്മൾ കേക്ക് സെറ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.